ഞാൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ആത്മകഥ എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കാണാനിടയായി. അത് ഒരാസൂത്രിതമായ ഗൂഢാലോചനയാണ്. പ്രത്യേകിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം. ഈ ദിവസം തന്നെയാണ് ഇതിൻ്റെ തെരഞ്ഞെടുത്ത് ആസൂത്രിതമായി ഒരു പദ്ധതി തയ്യാറാക്കിയതാണ്. ഇതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.5 കൊല്ലം മുമ്പ് നടന്ന സംഭവം അന്ന് നടന്നതുപോലെ വാർത്ത ചിത്രീകരിച്ചുകൊണ്ട് ഇതുപോലൊരു സംഭവം ആവർത്തിക്കുകയുണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ്. അപ്പോൾ ഇത് ആസൂത്രിതമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നോട് DC ബുക്സുകാർ ചോദിച്ചിരുന്നു, മാതൃഭൂമി ബുക്സ് ചോദിച്ചിരിക്കുന്നു, മാതൃഭൂമിയുടെ ശശി ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം. അപ്പോൾ എല്ലാം പൂർത്തീകരിച്ച് ആകെ ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ഇത് പ്രിൻറ്റിങ്ങിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള നടപടിയാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ തയ്യാറാക്കി അത് ഒന്ന് ക്ലിയറായി എഴുതി പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്യുക. അതാണ് ഇതുവരെ ഉണ്ടായിരുന്ന നടപടിക്രമം. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സംശയാസ്പദമായ കാര്യങ്ങളിലൂടെ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാര്യങ്ങൾ പറയും. ഇത് ബോധപൂർവമാണെന്നുള്ളത് ശരിയല്ലേ? ഇപ്പോൾ എനിക്ക് നേരത്തെ തൃശ്ശൂരിൽ 24 ചാനലുകാരുടെ ഒരു 3-4 ആളുകൾ, ഒന്ന് അവരുടെ പത്തനംതിട്ട ലേഖകൻ, പിന്നെ അവരുടെ തൃശ്ശൂർ ലേഖകൻ, പിന്നെ ഒരു കേസിൽ പ്രതിയായി ജയിലിൽ നിന്ന് വന്ന ഒരാൾ, ഇവരെല്ലാം കൂട്ടി തൃശ്ശൂർ ഒളരിയിൽ പോയി ഒരു സ്ഥലത്തിരുന്ന് ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയില്ലേ? ഞാനത് സംബന്ധിച്ച് പ്രസ് കൗൺസിലിനും ഒക്കെ പരാതി അയച്ചിട്ടുണ്ട്. അതിപ്പോൾ നിലനിൽക്കുകയാണ്. ഞാൻ 24 ചാനലിനെയും എൻ്റെ ആ പരാതി അറിയിച്ചിട്ടുണ്ട്. DC ബുക്സ് ഇതുവരെ നിഷേധിച്ചിട്ടില്ല. DC ബുക്സിന് ഞാനിത് പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അല്ല, ഇത് പ്രസിദ്ധീകരിച്ചത് എങ്ങനെ? ഞാൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല, ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ നിലയിൽ ഇപ്പോൾ വാർത്ത വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. രാവിലെ പറഞ്ഞത് ഒരു പേജ് പോലും DC ബുക്സിന് നൽകിയിട്ടില്ല, താൻ എഴുതി കൊടുത്തിട്ടില്ലെന്നാണ്. ഈ 187 പേജും DC ബുക്സ് സ്വന്തമായിട്ട് അതൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ DC ബുക്സിനെ ഇത് പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് തന്നെ DC ബുക്സിന്റെ ഔദ്യോഗികമായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട്, ഇത് പ്രസിദ്ധീകരിക്കുമെന്നുള്ള കാര്യം. അപ്പൊ ജയരാജൻ അത് ഇന്നലെ കണ്ടിരുന്നില്ലേ? കണ്ടിട്ടും എൻ്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? ഞാൻ എവിടുന്ന് കാണാൻ? ഞാനിപ്പോൾ കാണുന്ന രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന റിപ്പോർട്ടർ ചാനലിലോ മറ്റാണ് ഈ വാർത്ത വന്നതായി കണ്ടത്. അപ്പോഴാണ് ഞാനിത് ബന്ധപ്പെട്ടത്. ഇതെന്തായാലും ഇല്ല, കാരണം എനിക്കിത് സംശയിക്കുന്നത് രാവിലെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഒരാളും പറഞ്ഞില്ല, ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല, ഞാനത് കണ്ടിരുന്നില്ല. തികച്ചും തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് DC ബുക്സ് സ്വീകരിച്ചത്. എങ്ങനെയാണ് എൻ്റെ അനുവാദമില്ലാതെ അവർ ഇത്തരം എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുക? ഞാനല്ല പറഞ്ഞത്, ഇത് പൂർത്തിയായില്ല, ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ തെറ്റാണ്. അത് തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. ഇന്ന് 10:30 മണിക്ക് ഇതിൻ്റെ പ്രകാശനം, ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് 10:30 അത് ഞാൻ നിങ്ങളുടെ ചാനലിലാണ് കേട്ടത്. എന്ത് സംഭവം, എന്താ നടക്കുന്നത് രാജ്യത്ത്? അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നിയമ നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് വിശ്വം മുഖാന്തരം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ഉൾപ്പെടെയുള്ളവരെ പ്രസാധകർ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. അടിയുറച്ച പാർട്ടിക്കാരനായ അങ്ങ് എന്തുകൊണ്ട് ചിന്താ ബുക്സിനെ സമീപിച്ചില്ല? അത്തരം ഒരു ചർച്ച ചിന്താ ബുക്സ് വന്നാൽ അവരുമായിട്ട് സംസാരിക്കും.
എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പ്രധാനമായി ഇവർ രണ്ടുപേരാണ്. ചിന്താ ബുക്സ് വന്നാൽ അപ്പോൾ അവരാലോചിക്കാം. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴതിൻ്റെ മുമ്പ് പൂർത്തീകരിച്ചാലല്ലേ, പൂർത്തീകരിച്ച് ഇതാകെ ഒന്ന് നോക്കി എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ വിട്ടുപോകുകയോ ഒക്കെ ഉള്ളത് പരിശോധിച്ചിട്ട് ഫൈനലൈസ് ചെയ്യണ്ടേ. അങ്ങനെ ഒന്നിച്ച് വായന തന്നെ നടന്നിട്ടില്ലെന്ന്.